നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ചാനലിലൂടെ പല സ്കോളർഷിപ്പ് സ്കീമുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പറ്റിയ സ്കോളർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും കമന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നേയും പല എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ സ്കോളർഷിപ്പുകളെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് നോക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണ്. ഇതിന്റെ പേര് IDFC ഫസ്റ്റ് ബാങ്ക് എഞ്ചിനീയറിംഗ് സ്കോളർഷിപ്പ് എന്നാണ്. അതായത് 2025 എഞ്ചിനീയറിംഗിൽ ചേർന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ്. അപ്പോൾ ഇതിന് ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി എന്നും എത്രയാണ് ഇതിന്റെ എമൗണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം എമൗണ്ട് 1 lakh rupees ആണ് പെർ ഇയറിൽ. അതായത് 4 വർഷത്തേക്കാകുമ്പോൾ നിങ്ങൾക്ക് 4 ലക്ഷം രൂപയാണ് ഈ സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ആദ്യത്തെ എലിജിബിലിറ്റി പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് ക്രൈറ്റീരിയ നിങ്ങൾ ഫസ്റ്റ് ഇയർ BE അല്ലെങ്കിൽ BTech പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോളർഷിപ്പുകളിൽ നിന്ന് വിപരീതമായിട്ട് മറ്റ് പല സ്കോളർഷിപ്പുകളും പോലെ ഇത് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതായത് മിക്കവാറും എല്ലാ IITകളും NITകളും IIITകളും അതുകൂടാതെ മറ്റ് ചില നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ NIT കാലിക്കറ്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. നമ്മുടെ കുട്ടികൾ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ NITകളിലും IITകളിലും അതുപോലെ IIITകളിലും എല്ലാം പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. കോളേജിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇനി അടുത്ത ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 6 lakh rupees അതല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കണം. അടുത്ത എലിജിബിലിറ്റി പറയുന്നത് നിങ്ങൾ വേറെ ഒരു സ്കോളർഷിപ്പും ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കരുത്. അതുപോലെ ഫീ വേവർ സ്കീമിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥിയും ആയിരിക്കരുത്. ഇത്രയുള്ള കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ അഡ്മിഷൻ പ്രൂഫ് വേണം, അതിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത ഇയർ, ഏത് ബാച്ചാണ് എന്നുള്ളതെല്ലാം നൽകണം. പിന്നെ വേണ്ടത് നിങ്ങൾ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ഫീ അടച്ച റെസിപ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. പിന്നെ വേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ വേണ്ടത് നിങ്ങളുടെ ഇൻകം പ്രൂഫാണ്. അതായത് നമ്മൾ 6 lakh rupees അതിൽ താഴെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് തെളിയിക്കാനായിട്ടുള്ളൊരു ഇൻകം പ്രൂഫും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ പാർട്ട് ടൈം ആയിട്ടാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കുന്നതെങ്കിൽ അവർക്കും പറ്റില്ല. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് അല്ലെങ്കിൽ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമോ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇത് സ്കോളർഷിപ്പ് എമൗണ്ട് പറയുകയാണെങ്കിൽ 1 lakh rupees അതല്ലെങ്കിൽ ആക്ച്വൽ ആനുവൽ ഫീ എത്രയാണോ ഇതിൽ ഏതാണോ കുറവ് അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ സബ്സിക്വന്റ് ഇയറിൽ നിങ്ങൾക്ക് ഇതിനെ റിന്യൂ ചെയ്യാം. അതിന് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾ അടുത്ത ഇയറിലേക്ക് പ്രൊമോട്ടഡ് ആവണം എന്നുള്ളതാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞാലും കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട്, നമുക്കിത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, തേർഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല. ഇത് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ദയവായി വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമന്റ് ബോക്സിലൂടെ ഇങ്ങനത്തെ കമന്റുകൾ ചോദിക്കുക. നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് കോളേജസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഇനി അതല്ല നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഏത് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമുണ്ട്. അതായത് നിങ്ങൾ എക്സ്പയറി ആയിട്ടുള്ള ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഒരിക്കലും വെക്കരുത്. എപ്പോഴും ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 1 year ആണ്. ആ വാലിഡിറ്റി പീരീഡിനുള്ളിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് തന്നെ വെക്കുക. ഇതിവര് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു മിസ്റ്റേക്ക് സ്റ്റുഡൻസ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വരുത്തുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ടോട്ടൽ കോഴ്സ് ഫീ ആണ്. അതായത് ഈ 4 വർഷത്തേക്കുള്ള കോഴ്സ് ഫീ ആണ് അവർ നിങ്ങളോട് അവിടെ എൻട്രി ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. പല കുട്ടികളും ഇത് ആനുവൽ കോഴ്സ് ഫീ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതായത് 1 വർഷത്തെ കോഴ്സ് ഫീ മാത്രം നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ്. നിങ്ങൾക്ക് ഇനി 4 വർഷത്തെ കോഴ്സ് ഫീ എത്രയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചിട്ട് അത് എത്രയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളിത് എൻട്രി ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് idfcfirstbank.com എന്നുള്ളതാണ്. ഈ സൈറ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ നൗ കാണാം. അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് September 30th ആണ്. അപ്പൊ ഡെഡ്ലൈനിന് മുന്നേ ഇതിന് ലിസ്റ്റ് ഓഫ് കോളേജസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ സ്കോളർഷിപ്പ് ലഭിക്കട്ടെ.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.